നമസ്കാരം. ഗസയിൽ 1.5 വർഷത്തോളം നീണ്ട യുദ്ധത്തിൽ നിന്ന് എന്തു നേടിയെന്ന ചോദ്യം ഇസ്രായേലിൽ ശക്തമാണ്. ഹമാസിനെ സമ്പൂർണ്ണമായി തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ച് നടന്ന ആക്രമണത്തിനൊടുവിൽ ഫലസ്തീൻ സംഘം കൂടുതൽ ശക്തരായെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. US ഭരണകൂടത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വിലയിരുത്തൽ പ്രകാരം 15,000-ഓളം അംഗങ്ങളാണ് പുതുതായി അൽ-ഖസം ബ്രിഗഡ്സിൽ ചേർന്നത്. ഇസ്രായേൽ സൈന്യം പിന്മാറിയ ഇടങ്ങളിലെല്ലാം ഹമാസ് കൂടുതൽ കരുത്തോടെ തിരിച്ചെത്തുകയും യുദ്ധത്തിലുണ്ടായ നഷ്ടങ്ങളെല്ലാം നികത്തുകയും ചെയ്തെന്നാണ് യുദ്ധകാലത്ത് US വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആന്റണി ബ്ലിങ്കൻ അധികാരമൊഴിയുന്നതിന് തൊട്ടു മുൻപ് തുറന്നു സമ്മതിച്ചത്. വെടിനിർത്തൽ കരാറിനു പിന്നാലെയുള്ള ബന്ദി കൈമാറ്റം ഹമാസിന്റെ ശക്തി പ്രകടനമായി മാറിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തുകയും ചെയ്തതാണ്. ഇപ്പോഴിതാ ഇസ്രായേലും ഹമാസിന് ജനപിന്തുണ വർദ്ധിക്കുകയാണെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഗസ ഭരിക്കേണ്ടത് ഹമാസ് തന്നെയാണെന്നാണ് വലിയൊരു വിഭാഗം അറബ് ഇസ്രായേലികളും വിശ്വസിക്കുന്നത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഹമാസിനുള്ള പിന്തുണ 3 ഇരട്ടിയായി വർദ്ധിച്ചെന്ന് വ്യക്തമാക്കുന്നു. ഇസ്രായേൽ ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ ADA നടത്തിയ പുതിയ സർവേ യുദ്ധത്തിലും വെടിനിർത്തൽ കരാറിലും ഹമാസ് ആണ് നേട്ടമുണ്ടാക്കിയതെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം തീവ്ര വലതുപക്ഷം ഇസ്രായേലിലുണ്ട് എന്നാണ്. വിറ്റർബി ഫാമിലി സെന്റർ ഫോർ പബ്ലിക് ഒപ്പീനിയനുമായി സഹകരിച്ചാണ് ADAയുടെ പോളിസി റിസർച്ച് വിഭാഗം ഇസ്രായേൽ പൗരന്മാർക്കിടയിൽ സർവേ നടത്തിയത്. ജനുവരി 28-നും ഫെബ്രുവരി 2-നും ഇടയിൽ നടന്ന അഭിപ്രായ വോട്ടെടുപ്പിൽ 755 പേരാണ് പങ്കെടുത്തത്. ഇതിൽ ബഹുഭൂരിഭാഗവും ജൂതന്മാരാണ്. 604 പേർ പങ്കെടുത്തു. 151 അറബ് ഇസ്രായേലികളും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ജെറുസലേം പോസ്റ്റ് സർവേയുടെ വിശദവിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. യുദ്ധത്തിന് ശേഷം ഗസ ആരാണ് ഭരിക്കേണ്ടതെന്നായിരുന്നു സർവേയിലെ ഒരു ചോദ്യം. വിവിധ രാഷ്ട്രങ്ങൾ ചേർന്നുള്ള സംയുക്ത സൈന്യം എന്നായിരുന്നു ബഹുഭൂരിപക്ഷവും മറുപടി നൽകിയത്. ഇസ്രായേൽ ഭരിക്കണമെന്ന നിലപാടുള്ളവർ വളരെ കുറച്ചു പേരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതും കൗതുകമായി. ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗസയെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം ഇസ്രായേലിൽ വർദ്ധിക്കുന്നുവെന്നതാണ് അതിലേറെ ശ്രദ്ധേയമായ കാര്യം. അറബ് ഇസ്രായേലികളാണ് ഇതിൽ കൂടുതൽ പേരും. 29% അറബ് വംശജരാണ് ഈ അഭിപ്രായം പങ്കുവച്ചത്. സെപ്റ്റംബറിന് മുമ്പ് വെറും 8% പേർക്കുണ്ടായിരുന്ന നിലപാടാണ് ഇപ്പോൾ 30%-ഓളം പേരും ഏറ്റുപിടിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ കരാറിലൂടെ നേട്ടമുണ്ടാക്കിയത് ഹമാസ് ആണെന്ന പൊതുബോധം സർവേയിലും പ്രതിഫലിക്കുന്നുണ്ട്. സർവേയിൽ പങ്കെടുത്ത പകുതിയോളം ശതമാനവും വ്യക്തമാക്കിയത് കരാറിൽ വിജയിച്ചത് ഹമാസ് ആണെന്നായിരുന്നു. 47.5% പേരാണ് ഒന്നാംഘട്ട വെടിനിർത്തൽ കരാർ ഇസ്രായേലിനേക്കാളും ഹമാസിന് ഗുണം ചെയ്തെന്ന് അഭിപ്രായപ്പെട്ടത്. ഇത്തരമൊരു അഭിപ്രായമുള്ളവരിൽ കൂടുതലുമെന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മിതവാദികളും ഇവരെ പിന്താങ്ങുന്നു. എന്നാൽ ഇരുപക്ഷവും തുല്യ നേട്ടമുണ്ടാക്കിയെന്ന നിലപാടാണ് ഇടതുപക്ഷക്കാർക്ക് പൊതുവിൽ. ഇതിൽ കൂടുതലും അറബ് വംശജരാണ് എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം കരാറിലൂടെ ഗുണമുണ്ടായത് ഇസ്രായേലിനാണെന്ന് വിശ്വസിക്കുന്നവർ 21% മാത്രമാണുള്ളത്. വെടിനിർത്തൽ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങണമെന്നാണ് വലതുപക്ഷവും കൂടുതലായും ആഗ്രഹിക്കുന്നത്. അവർക്കിടയിൽ 51%വും ഈ നിലപാടുള്ളവരാണ്. ഇതിൽ കൂടുതലും സ്ത്രീകളാണ്. 73% ജൂത സ്ത്രീകളാണ് വെടിനിർത്തൽ കരാർ തുടരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുരുഷന്മാരിൽ 58%വും ഇതിനു പുറമെ മിതവാദികളും വലതുപക്ഷവും വൻതോതിൽ കരാർ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന അഭിപ്രായത്തെ പിന്താങ്ങുന്നു. അറബികളിൽ 94% സ്ത്രീകളും 89% പുരുഷന്മാരും അടുത്ത ഘട്ടം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്.